കറികളിൽ നിന്നും കറിവേപ്പില എടുത്തു കളയുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇനി കളയരുത്. നിങ്ങൾക്കറിയോ, നമ്മുടെ പഴയ നാട്ടുവൈദ്യങ്ങളിലൊക്കെ നമുക്ക് വയറു സംബന്ധമായി ദഹനക്കേട് മൂലം വയറിളക്കം വരുമ്പോൾ കറിവേപ്പില അരച്ചു കൊടുക്കുന്നത്. കറിവേപ്പിലയിലെ കാർബസോൾ ആൽക്കലോയിഡ്സ് നമ്മുടെ ആമാശയത്തിലെ സ്രവങ്ങളെ നിയന്ത്രിക്കുകയും ഇതിന്റെ ഫൈബേഴ്സ് നമ്മുടെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലെ പ്രോട്ടീനും ബീറ്റാ കരോട്ടിനും നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും നരയെ കുറയ്ക്കാനും സഹായിക്കുന്നു. കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ വേരുകൾക്ക് അത് ബലം തരുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശിരോചർമ്മത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ കറിവേപ്പില നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിലയിലെ ടാനിനുകളും ആൽക്കലോയിഡുകളും കരളിനെ അണുബാധയിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ നമ്മുടെ ഈ കറിവേപ്പിലയ്ക്ക് ഒരു ഹെപ്പാറ്റീവ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കറിവേപ്പില അയണിന്റെ ഒരു മികച്ച സോഴ്സ് ആയതുകൊണ്ട് തന്നെ അനീമിയ തടയാനും ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനും സഹായിക്കുന്നു. ഇരുമ്പ് സത്തിന് പുറമെ ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഫോളിക് ആസിഡും കറിവേപ്പിലയിൽ ധാരാളമായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഈ കറിവേപ്പിലകളിൽ ഒരുപാട് കീടനാശിനികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 15 to 20 മിനിറ്റ്സ് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി ഓർ അപ്പസോഡ ഒക്കെ യൂസ് ചെയ്യാം. താങ്ക് യു. ഇതേപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.